പുരി ജഗന്നാഥ രഥയാത്രയ്ക്ക് പവിത്രമായ നീലദ്രി ബീജ ചടങ്ങുകളോടെ സമാപനം. 9 ദിവസം നീണ്ട വാർഷിക രഥയാത്രയ്ക്കും ഗുണ്ടിജ ക്ഷേത്രത്തിലെ വാസത്തിനും ശേഷം ഭഗവാൻ ജഗന്നാഥനും ബലഭദ്രനും ദേവി സുഭദ്രയും ശ്രീമന്ദിരത്തിന്റെ ഗർഭഗൃഹത്തിൽ തിരിച്ചെഴുന്നള്ളി. ഇത്തവണയും റെക്കോർഡ് ഭക്തജന പ്രവാഹത്തിനാണ് ജഗന്നാഥപുരി സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തിന്റെ ആത്മീയ ഉന്നതിയും ഭക്തിസാന്ദ്രവുമായ പാരമ്പര്യവും ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിച്ചുകൊണ്ട് പുരി ജഗന്നാഥ രഥയാത്ര പൂർത്തിയായി. രഥയാത്രയുടെ അവസാനഘട്ടമായ നിലദ്രി ബിജയ് ചടങ്ങോടെ ഭഗവാൻ ജഗന്നാഥനും ജ്യേഷ്ഠൻ ബലഭദ്രനും സഹോദരി സുഭദ്രയും തങ്ങളുടെ ശാശ്വത നിവാസ കേന്ദ്രമായ ശ്രീമന്ദിരത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. പരമ്പരാഗത ശൈലിയിലുള്ള ഗോട്ടി പഹണ്ടി ഘോഷയാത്രയോടെയാണ് ദേവീദേവന്മാരെ രഥങ്ങളിൽ നിന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിച്ചത്. യാത്രാവേളയിൽ കൂടെ കൂട്ടാത്തതിൽ കോപിഷ്ഠയായ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഭഗവാൻ ജഗന്നാഥൻ രസഗുള നിവേദിക്കുന്ന മനോഹരമായ അപൂർവമായ ആചാരത്തിനും പുരി സാക്ഷ്യം വഹിച്ചു. ഈ പ്രണയ അനുരഞ്ജന ചടങ്ങിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ ജയവിജയ വാതിലുകൾ ഭഗവാനായി തുറന്നുകൊടുത്തത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ ലക്ഷക്കണക്കിന് ഭക്തർക്ക് സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കാൻ മികച്ച ക്രമീകരണങ്ങളാണ് ഭരണകൂടവും ക്ഷേത്ര ട്രസ്റ്റും ഒരുക്കിയിരുന്നത്. പൂർണ്ണമായും സമാധാനപരമായി കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചതിൽ സർക്കാരും ക്ഷേത്ര സേവകരും തൃപ്തി രേഖപ്പെടുത്തി. ഭാരതീയ വിശ്വാസധാരയുടെയും സംസ്കാരത്തിൻ്റെയും മഹിമ വിളിച്ചോതിയാണ് ഇത്തവണത്തെ രഥയാത്രയ്ക്ക് തിരിശീല വീണത്. ജനം, ഡൽഹി.